ഞാൻ ഒരുപാട് മുമ്പ് ഉം. ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇഫ് യു റിമെമ്പർ. അതെ. അതൊരു എന്താ പറയുക, വിഷു സ്പെഷ്യൽ ആയിരുന്നു. പൈനാപ്പിൾ പായസമാണ്. ഓർമ്മ. അപ്പം അന്ന് ബ്രദറും ഉണ്ടായിരുന്നു അവിടെ. അപ്പം എനിക്ക് തോന്നുന്നു ബ്രദറിനോട് ഓൺ ക്യാം ചോദിച്ചിട്ടുണ്ടോ അതോ ഓഫ് ദ ക്യാമറ ആണോ അറിയില്ല. എന്താണ് ലൈക്ക് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, വട്ട് യു തിങ്ക് ഇസ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഒട്ടും അംബീഷ്യസ് അല്ല, അതായത് കിട്ടിയത് കൊണ്ട് ഭയങ്കര തൃപ്തിയുള്ള ആളാണ്, അതിൽ കൂടുതൽ വേണം എന്നില്ല. അത് അങ്ങനെ തന്നെയാണോ ആദ്യമേ തൊട്ട് അതോ? ഞാൻ അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പം ഒരു വളരെ യങ് ഏജിൽ സിനിമയിൽ വന്നു. സിനിമ എന്ന് പറയുന്ന ഒരു വലിയ ലോകം. അവിടെ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല. ആ ഒരു സ്പേസിലേക്ക് വന്ന് പിന്നെ യു ഗെറ്റ് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മളെക്കുറിച്ച് തന്നെ. കാരണം നമ്മളെ സൊസൈറ്റി കണ്ടീഷൻ ചെയ്ത് വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ചാണല്ലോ നമ്മൾ നല്ലതാണോ ചീത്തതാണോ എന്ന് നമ്മൾ വരെ അനലൈസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു ബുദ്ധി വയ്ക്കുന്ന, അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ടൈം വരെ നമ്മളെപ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് പുറത്തുനിന്ന് ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണല്ലോ. സോ ഐ വാസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. പക്ഷെ എന്താ വെച്ചാൽ ആഫ്റ്റർ എ പോയിന്റ് ഐ സ്റ്റാർട്ടഡ് ആക്സെപ്റ്റിംഗ് മൈസെൽഫ്. Okay, this is me. This is what gives me happiness. I don't care what others say. എനിക്ക് എൻ്റെ ലൈഫിൽ സന്തോഷമുണ്ടോ അത് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. എനിക്ക് തോന്നുന്നു പണ്ടും ഞാൻ അങ്ങനെയായിരുന്നു, ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. ഇപ്പം പലരും പറയും, ഇപ്പം ഫോർ എക്സാമ്പിൾ സിനിമ, ഞാനൊരു 2015 സിനിമ നിർത്തി. ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ. അപ്പം ആ സമയം അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ആൾക്കാർ ചോദിക്കും എന്താ ഇപ്പോൾ സിനിമ ചെയ്യാത്തത്. അപ്പം ഞാൻ പറയും ഇങ്ങനെ കുറച്ചായിട്ട് ചെയ്യണില്ല. സോ ചില ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യും, സിനിമ കിട്ടാഞ്ഞിട്ടല്ലേ, എന്താ ഫീൽഡ് ഔട്ട് ആയല്ലേ, അതല്ലേ ഇതല്ലേ. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഓക്കെ അതെ എന്ന് പറയും. കാരണം എനിക്ക് ഐ ഡോണ്ട് വോണ്ട് ടു എക്സ്പ്ലെയിൻ മൈസെൽഫ് ബിക്കോസ് ഐ നോ മൈ ട്രൂത്ത്. അപ്പം എനിക്ക് എൻ്റെ സത്യം അറിയുന്നതുകൊണ്ടും ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ എനിക്ക് ഒത്തൻറ്റിക് ആയിട്ട് ഇരിക്കാനും സത്യസന്ധമായിട്ട് എന്നോട് ഇരിക്കാനും ശ്രമിക്കുന്ന ആളാണ്. സോ അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചിലപ്പം ഞാനൊരു സാധനം എന്താ പറയുക, ബാക്കിയുള്ളവരുടെ രീതിയിൽ സക്സസ് ഞാൻ കാണുന്നില്ല. എൻ്റെ വേ ഐ സീ സക്സസ് ഇസ് വെരി ഡിഫറെൻറ്റ്. വാട്ട് ഇസ് ഇറ്റ്? യാ ഫോർ മീ എൻ്റെ സക്സസ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് 100% കണ്ടൻ്റ് ആയിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുക. ആൻഡ് ഐ എം ഡൂയിങ് ദാറ്റ് ഇൻ മൈ ലൈഫ്. സോ ദാറ്റ് സക്സസ് ഫോർ മീ. എനിക്ക് സക്സസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ ഡിഫറെൻ്റ് ആണ്. സോ ഇതാണ് എൻ്റെ സക്സസ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക. ചില സമയത്ത് എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. ലൈഫിൽ നമുക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ബട്ട് അത് ആക്സെപ്റ്റ് ചെയ്ത് ആ ഫ്ലോനനുസരിച്ച് ജീവിച്ച് ആ ജീവിതം എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അതിൽ കൂടി നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതാണ് എൻ്റെ സക്സസ്.